നാരായണ നാരായണ ശ്രീമന്നാരായണീയം. ദശകം 32 മത്സ്യാവതാര കഥ പറയുന്നു. ഓം പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതാകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷു അധിൽസ കില മത്സ്യരൂപം. പുരാ പണ്ട് ഷഷ്ഠാന്തരാന്തോദ്യതാകാണ്ഡകൽപേ ഈ 6ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനം സംഭവിച്ചതായിട്ടുള്ള നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസവും പകല് കൽപ്പമായിട്ടും രാത്രി നൈമിത്തിക പ്രളയമായിട്ടും പറയും. കാലം കൊണ്ട് നിത്യപ്രളയവും ബ്രഹ്മാവിൻ്റെ ഒരു പകല് കഴിഞ്ഞ് രാത്രി വരുമ്പോൾ അത് നൈമിത്തിക പ്രളയവും പിന്നെ പ്രാകൃതിക പ്രളയം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആത്യന്തിക പ്രളയം, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ ഒരു 6ാമത്തെ മന്വന്തരത്തിൻ്റെ ഒരു കൽപ്പത്തിലെ കാര്യമാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകല്, അതിൽ 14 മന്വന്തരമാണുള്ളത്. അതിൽ 6ാമത്തെ മന്വന്തരം കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് ഒരു നൈമിത്തിക പ്രളയം, ഒരു പകല് കഴിഞ്ഞ ഒരു രാത്രി തുടങ്ങിയുള്ള സമയത്ത് ഹയഗ്രീവ മഹാസുരേണ, ഹയഗ്രീവൻ എന്ന പേരുള്ള ഒരു അസുരൻ, അത് വളരെ കേമന, വലിയ കഴിവുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ള വേദത്തെ മുഴുവൻ ചോദിച്ചിട്ടാണെങ്കിലും കട്ടുകൊണ്ടുപോയത്. ചോദിച്ചിട്ട് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്, കട്ടുകൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. ബ്രഹ്മാവിന് നൈമിത്തിക പ്രളയത്തിൽ ഉറങ്ങാൻ കിടക്കുമല്ലോ, അപ്പോൾ കട്ടുകൊണ്ടുപോയി എന്നാണ്. ഏതായാലും ഹയഗ്രീവ മഹാസുരേണ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്, ഉറങ്ങാൻ തുടങ്ങിയതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് വേദേഷു ഹൃദയേഷു, വേദങ്ങളെ അപഹരിക്കപ്പെട്ടപ്പോൾ മത്സ്യരൂപം അതിൽ സഹാക്കില, ഭഗവാൻ മത്സ്യരൂപത്തെ എടുത്ത് ആ ഹയഗ്രീവനെ വധിച്ച് വേദത്തെ വീണ്ടെടുത്തു കൊടുത്തു. അതാണ്, അങ്ങനെ ചെയ്തുല്ലോ. നേരിട്ട് കഥയിലേക്കാണ്ട് കിടക്കുകയാണ്. ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറയലൊക്കെ ഇനി ആദ്യമുണ്ട്. മേൽപ്പത്തൂർ അങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുക. ഇപ്പം പണ്ട് പുരാ ഷഷ്ഠാന്തരാന്തോദ്യതാകാണ്ഡകൽപേ, ഷഷ്ഠമായിട്ടുള്ള 6ാമത്തേന്ന് സാരം, അന്തരത്തിൻ്റെ അന്തരോദ്യ ആണ്. അപ്പം അതിൻ്റെ ഒരു ദിവസം, അതിൽ 6ാമത്തെ മന്വന്തര കാലത്ത് അതിൻ്റെ ഉള്ളിൽ പെട്ടതായിട്ടൊരു കാര്യമാണ്. അത് അകാണ്ഡകൽപ്പത്തിലാണ്, നൈമിത്തിക പ്രളയത്തിൽ. അകാണ്ഡകൽപ്പം എന്നുള്ളത് ആ സമയത്ത് ഈ ജാഗ്രതയിലല്ല ഉള്ളത്, ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിന് ബ്രഹ്മാവിൻ്റെ പകല് കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് അതിനെ നൈമിത്തിക പ്രളയം എന്നാണ് പറയുക. ആ സമയമാണ് ഈ അകാണ്ഡകൽപ്പം. അപ്പോൾ കൽപ്പമല്ലാത്ത സമയത്താണ് സാരം. ആ സമയത്ത് ഹയഗ്രീവ മഹാസുരേണ, ഇങ്ങനെ ഹയഗ്രീവൻ എന്നുള്ള ആ അസുരൻ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്, ബ്രഹ്മാവ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വേദേഷു ഹൃദയേഷു, വേദങ്ങളെ കട്ടെടുത്തു. അത് 6ാമത്തെ മന്വന്തരത്തിൻ്റെ ആ അവസാന ഘട്ടത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ മത്സ്യരൂപം അധിൽസ കില, മത്സ്യരൂപം എടുത്തു, ധരിച്ചു. അധിൽസ എന്ന് വെച്ചാൽ ധരിച്ചു. ഇവിടെ ചാക്ഷുഷ മന്വന്തരം എന്നുള്ളത് 6ാമത്തെ മന്വന്തരം. സ്വയംഭുവൻ, സ്വാരോജിഷൻ, ഉത്തമൻ, തൈജസൻ, താമസൻ, ഉത്തമൻ, തൈജസൻ, താമസൻ, പിന്നെ ചാക്ഷുഷൻ. അത് കഴിഞ്ഞിട്ടാണ് വൈവസ്വത. ഇപ്പോൾ വൈവസ്വത മന്വന്തരമാണ് നടക്കുന്നത്. ഇത് 6ാമത്തെ മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം. ആ സമയത്ത് ഇങ്ങനെ ഹയഗ്രീവൻ ഇത് വേദം കട്ടു എന്ന് പറയാണ്. പുരാ ഹയഗ്രീവ മഹാസുരേണ അസുരേണ ഷഷ്ഠാന്തരാന്തോദ്യത് അകാണ്ഡകൽപേ, ഷഷ്ഠാന്തരാന്തോദ്യത് അകാണ്ഡകൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മമുഖാത് ഹൃതേഷു വേദേഷു അധിൽസഹ കില മത്സ്യരൂപം. ഇത് പദച്ഛേദം. അന്വയം പുരാ ഷഷ്ഠാന്തരാന്തോദ്യത് അകാണ്ഡകൽപേ ഹയഗ്രീവ മഹാസുരേണ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് വേദേഷു ഹൃദയേഷു മത്സ്യരൂപം അധിൽസ കില. ഇത് അന്വയം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യത് അകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് ഹൃദയേഷു
വേദേഷു അധിൽസ കില മത്സ്യരൂപം. രണ്ടാമത്തെ ശ്ലോകം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തു നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. തദാനീം അതിനുശേഷം ആ സമയത്ത് എന്നർത്ഥം. നദീജലേ, അവിടെ നദീജലേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൃതമാല നദിയാണെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൃതമാല നദിയുടെ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ആ ജലം കൊണ്ട് തർപ്പയത രാവിലെയും ഉച്ചയ്ക്കും സായം സന്ധ്യയ്ക്കും തർപ്പണം ചെയ്യും. സ്നാനം, തർപ്പണം. രാവിലെ ഗായത്രി ഉപാസന, ഉച്ചയ്ക്ക് ഉപസ്ഥാനാദി ഗായത്രി ഉപാസന, സായം സന്ധ്യയ്ക്ക് ഗായത്രി ഉപാസന, ഇങ്ങനെയൊക്കെ നിയമമുണ്ട്. അതെല്ലാം ചെയ്യണ സമയത്ത് രാവിലത്തെ നേരമാണത്. തർപ്പയത തർപ്പണം ചെയ്യുന്നതായിട്ടുള്ള ദ്രമിളാധിപർത്തു, ദ്രമിഡ രാജാവായ ദ്രാവിഡ രാജാവാണ് ഈ സുദ്യുമ്നൻ. ആ ദ്രമിള രാജാവായിട്ടുള്ള സത്യവ്രതൻ എന്ന പേരായിട്ടുള്ള ഈ രാജാവ് ഇനി അടുത്ത 7ാമത്തെ മനു ആവേണ്ട ആളാ. സത്യവ്രതന്റെ കരാഞ്ജലവും കയ്യിൽ നിന്ന് കൃതി സഞ്ജ്വലിത ആകൃതി, ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള രൂപത്തോടെ ജ്വലിക്കുന്നതായിട്ടുള്ള, നന്നായിട്ട് ജ്വലിക്കുന്നതായിട്ടുള്ള സംജ്വലിത, അതായത് ജ്വലിത എന്നേ വേണ്ടു, സഞ്ജ്വലിത നന്നായിട്ട് ജ്വലിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഒരു വിശേഷണമാണ്. അപ്പം അതുകൊണ്ട് സഞ്ജ്വലിത ആകൃതി, വളരെയധികം ശോഭയുള്ളതായിട്ടുള്ള കശ്ചന ഒരു ബാലമീനഹ ചെറിയ ഒരു മത്സ്യക്കുട്ടിയായിട്ട് ത്വം അദൃശ്യഥാഹ കാണപ്പെട്ടു. ഈ ശ്രാദ്ധദേവൻ അല്ലെങ്കിൽ സത്യവ്രതൻ രണ്ടൊരു പേരാണ്. അദ്ദേഹമാണ് വൈവസ്വതമനുമായിട്ട് മാറിയത്. അപ്പം ഈ സത്യവ്രതന്റെ ആ രാജാവാണ്. സത്യവ്രത രാജാവിൻ്റെ കയ്യിൽ ഈ അത്യത്ഭുതം തോന്നിക്കുന്നതായിട്ടുള്ള തേജസ്സോട് കൂടിയതായിട്ടുള്ള ഒരു മത്സ്യക്കുട്ടി, ചെറിയ മത്സ്യക്കുഞ്ഞ് ഈ ഗായത്രി ഉപാസന ചെയ്ത് തർപ്പണം ചെയ്യുന്ന സമയത്ത് ആ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കൈക്കുമ്പിളിലെ ജലത്തിൽ കാണിച്ചു കൊടുത്തു ഭഗവാൻ എന്ന് സാരം. സത്യവ്രതസ്യ ദ്രമിള അധിഭർത്തു നദീജലേ തർപ്പയതഃ തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിഃ ത്വം അദൃശ്യഥാഃ കശ്ചന ബാലമീനഃ. പദച്ഛേദം. ഇനി അന്വയം. തദാനീം നദീജലേ തർപ്പയതഃ ദ്രമിളാധിപർത്തു സത്യവ്രതസ്യ കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിഃ കശ്ചന ബാലമീനഃ ത്വം അദൃശ്യഥാ. ആ സമയത്ത് ഈ കൃതമാല നദിയിലാണ് അദ്ദേഹം കുളിക്കും ദേവാരൊക്കെ ചെയ്യുക. അപ്പോൾ ആ ജലത്തിൽ തർപ്പണം ചെയ്യുന്നതായിട്ടുള്ള ദ്രാവിഡ രാജാവായിട്ടുള്ള ഈ സത്യവ്രതന്റെ കയ്യിൽ ഒരു നല്ലോണം ശോഭയുള്ളതായിട്ടുള്ള ഒരു മത്സ്യക്കുഞ്ഞ് ആയിക്കൊണ്ട് ഭഗവാൻ ദർശനം കൊടുത്തു പ്രത്യക്ഷമായി. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. 3ാമത്തെ ശ്ലോകം. ക്ഷിപ്തഞ്ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭിഃ കലശീം ച കൂപം വാപിം സരശ്ചാനശിഷേ വിഭോ ത്വം. ജലേ ക്ഷിപ്തം ത്വാം ചകിതം വിലോക്യ മുനിഃ അംബുപാത്രേണ സ്വഗേഹം നിന്നേ ഹേ വിഭോ ത്വം സ്വൽപൈഃ അഹോഭിഃ കലശീം കൂപം ച വാപിം സരഃ ച ആനശിഷേ. അന്നേ ജലേ ഈ വെള്ളത്തിൽ ക്ഷിപ്തം, അപ്പോൾ കയ്യിൽ കിട്ടിയതായിട്ടുള്ള മത്സ്യവും ഈ വെള്ളവും കൂടിയിട്ട് തർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മത്സ്യത്തിനെയും വെള്ളത്തിനെയും കൂടിയിട്ട് നദിയിലേക്ക് തന്നെ വിട്ടു, കളഞ്ഞു. ജലേ ക്ഷിപ്തം ത്വാം അങ്ങയെ ചകിതം ഭയന്നവൻ എന്ന് വിലോക്യ കണ്ടിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന രീതിയിലാണ് കളഞ്ഞത്. അപ്പോൾ അത് സ്വതേ ഒരു തർപ്പിക്കാൻ നിൽക്കുന്ന വെള്ളത്തിൽ ഏത് ജീവികളായാലും വന്നാൽ അത് അത്ര സുഖം ഉണ്ടാവില്ല. എടുക്കുമ്പോൾ യാദൃശ്യമായിട്ട് കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കളഞ്ഞു. ഒരു ഭയം എന്നുള്ള നിലയ്ക്കാണ് അവിടെ. ഭയം വെച്ചാൽ ഇതാണ്, അശുദ്ധി വന്നുല്ലോ എന്നുള്ള രീതിയിലാണ്. തമോ ഗുണമാണ് ജലജീവികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിനത്ര എടുക്കാറില്ല, സന്തോഷത്തോടുകൂടി എടുക്കാറില്ല. അപ്പം അങ്ങനെ ത്വാം ചകിതം അങ്ങയെ ഭയന്നവനാണ് എന്ന് വിലോക്യ അറിഞ്ഞിട്ട് മുനിഹി ആ രാജർഷിയായിട്ടുള്ള സത്യവ്രതൻ. ഇനി അടുത്തത് ഈ
ഉപേക്ഷിച്ചതായിട്ട് മത്സ്യക്കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്താ ഈ മത്സ്യക്കുട്ടി ഇങ്ങനെ സംസാരിക്കണത് എന്ന് ആദ്യം സംശയിച്ചു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒരു ജീവി ആവശ്യപ്പെടില്ലേ. പിന്നെ വേറൊരു ഇതുണ്ട്, ഇപ്പം നമ്മളെ പോലുള്ളവർക്ക് മത്സ്യത്തിൻ്റെ ഭാഷയൊന്നും അറിയില്ല. അന്ന് ഈ ഭാഷയൊക്കെ അറിയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംവദിക്കാനൊക്കെ പറയും, അറിയും ചെയ്യും. അപ്പോൾ മത്സ്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. അത് ഈ രാജാവിന് മനസ്സിലായി, അത്രേ ധരിച്ചുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്, മത്സ്യത്തിൻ്റെ ഭാഷയിലല്ലായിരുന്നു. അത് ശ്രദ്ധിക്കണില്ല. ഒരാൾ ഇംഗ്ലീഷിൽ പറയുകയാണ്, ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ കൈ പൊക്കൂ എന്ന്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ കൈ പൊക്കൂ എന്ന്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർ കൈ പൊക്കുവോ? കൈ പൊക്കില്ല. പക്ഷേ ഇംഗ്ലീഷ് അറിയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നാൽ പക്ഷേ അത് മനസ്സിലാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല ശരിക്ക്. കാര്യം നല്ലോണം മനസ്സിലാവണമെന്നുമുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കുറച്ചറിയും. അപ്പോൾ ഈ പറഞ്ഞ ഭാഷ ഇംഗ്ലീഷിലാണ് കൈ പൊക്കൂ എന്നുള്ളത്. അതുകൊണ്ട് ഒരാൾ കൈ പൊക്കി, ഒരാൾ മാത്രം കൈ പൊക്കി. ഗാന്ധിജിയുടെ ഒരു കഥയിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മാത്രം കൈ പൊക്കിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു. എന്തിനാ കൈ പൊക്കിയെന്നുള്ളത് മനസ്സിലായില്ല. ഇത് അറിയുന്നവർ കൈ പൊക്കിയില്ല, ഇംഗ്ലീഷ് അറിയാത്തവർ കൈ പൊക്കൂ എന്നാണ് പറഞ്ഞത്. ആത്മാർത്ഥത കൊണ്ട് ആ പ്രഭാഷണം അത് കേൾക്കണം, അതിന് വേണ്ടിയിട്ട് അത് മനസ്സിലാവണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ മുഴുവൻ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് കുറച്ച് അറിയുകയും ചെയ്യാം. എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുമ്പിലത്തെ സീറ്റിലായിരിക്കണത്, അത്യുത്സാഹത്തോട് കൂടിയിട്ട്. കൈ പൊക്കി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഇതെന്തിനാ മനസ്സിലായില്ല, ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു. അപ്പോൾ പിന്നീട് അടുത്ത ഭാഷയിൽ പറഞ്ഞു. അനവധി ഭാഷ അറിയാം പ്രാസംഗികന്. ഗാന്ധി തന്നെയാണോ പ്രസംഗിക്കുന്ന സംശയമുണ്ട്. ഏതായാലും അപ്പോൾ ആ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ കൈ പൊക്കൂ എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഇദ്ദേഹം കൈ പൊക്കി. അപ്പോഴാണ് ചിരിച്ചത് കേട്ടോ. കാരണം ഇത് ലോകഹിതത്തിന് വേണ്ടിയിട്ടാവണം ഈ പ്രഭാഷണം എന്നാണ് ഈ സാത്വികനായിട്ടുള്ള ശുദ്ധ ബുദ്ധിയായിട്ടുള്ള അദ്ദേഹം വിചാരിച്ചത്. എന്ന കൂട്ടത്തിൽ ഇവിടെ ഇദ്ദേഹം, ഈ രാജാവ് മത്സ്യത്തിൻ്റെ ഭാഷയിലാണ് മത്സ്യം പറഞ്ഞത് എന്നേ ധരിച്ചുള്ളൂ. അപ്പം അങ്ങനെയല്ല, മനുഷ്യൻ മർത്യഭാഷയിൽ തന്നെ സംസാരിച്ചു. പക്ഷെ അപ്പോൾ അവിടെ എന്താണ്, ദീനരക്ഷ എന്നുള്ളൊരു ഭാവം ഉണ്ടായത് കൊണ്ട് ആ മത്സ്യത്തിനെ എടുത്തിട്ട് എന്നെ രക്ഷിക്കൂ, മറ്റുള്ളവർ എന്നെ തിന്നും. അത് സത്യമാണ്. ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ വലിയ മത്സ്യക്കുഞ്ഞ് വലിയ മത്സ്യങ്ങൾ തിന്നും, അതിൻ്റെ വലിയ മത്സ്യം ഇതിനെ തിന്നും. ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു. അപ്പം അതുകൊണ്ട് അതിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ച് തൻ്റെ കമണ്ടലും ഇട്ടു. അതാണ് ത്വാം അവിടെ ഭഗവാനെ എന്ന് കണക്കാക്കിയത്. ജലേക്ഷിപ്തം ത്വാം, ജലത്തിൽ നിക്ഷേപിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ചകിതം വിലോക്യ, കുറച്ച് പേടിക്കുന്നു എന്ന നാട്യം അത് പറഞ്ഞു, അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിയപ്പോൾ ആ രാജർഷിയായിട്ടുള്ള മുനി, അവിടെ മുനി എന്നാണ് വിശേഷണം കൊടുത്തത്, രാജാവാണ്. ഈ സത്യവ്രതം എന്നുള്ള രാജാവ് മുനി അമ്പുപാത്രയാണ്, ജലപാത്രം കൊണ്ട് സ്വഗേഹം നിന്നെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. എന്നുവെച്ചാൽ ആ സമയത്ത് കമണ്ടലുണ്ടാവും കയ്യിൽ. രാജർഷിയാണെങ്കിലും ബ്രഹ്മർഷിയാണെങ്കിലും ദേവർഷിയാണെങ്കിലും മുനിയാണെങ്കിലും മഹാർഷിയാണെങ്കിലും ഒക്കെ കമണ്ടൽ കയ്യിലുണ്ടാവും. ഇങ്ങനെയുള്ള സമയത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ രാജാവ് ഇവിടെ മുനി എന്നാണ് വിശേഷണം കൊടുത്തത്. ആ സമയത്ത് മൗനദീക്ഷ ഉണ്ടായിരിക്കും, അതുകൊണ്ടാവും മുനി എന്ന് പറയാനുള്ള കാരണം. എങ്ങനെയായാലും ആ രാജാവ് ഈ മത്സ്യത്തെ ആ കമണ്ടലൂരിട്ടു. പിന്നെ അമ്പുപാത്രയാണ് സ്വഗേഹം നിന്നെ സ്വന്തം വീട്ടിലേക്ക് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെയോ ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ് സ്വൽപ്പൈഹി കുറച്ച്, അഹോഭിഹി ദിവസങ്ങൾ കൊണ്ട്, കലശീം കൂപം ച വാപീം സരഹ ച ആനശിഷേ. പിന്നെ ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുക. അങ്ങ് വളരെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് സ്വൽപ്പം അഹോഭിഹി ആനശിഷേ, വളരെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് നല്ലോണം വളർന്നു വ്യാപിച്ചു, എല്ലാ ദിക്കിലേക്കും എത്തി. വിഷ്ണുവാണ്.
അപ്പോൾ എങ്ങനെ വേണിച്ചാൽ വളരാം. സ്വൽപ്പൈഹി അഹോഭിഹി ആനശിഷേ, അങ്ങനെ നന്നായിട്ട് തന്നെ വളർന്നു. എവിടെയൊക്കെയാണ് വളർന്നത്, എങ്ങനെയൊക്കെയാണ് വളർന്നത് എന്നുള്ളതാണ്. കലശിയും, ആദ്യം ഈ ജലപാത്രത്തിൽ വളർന്നു, അത് നിറഞ്ഞു. പിന്നെ കൂപം, കിണറ്റിലിട്ടു, അപ്പോൾ കിണർ നിറഞ്ഞു. പിന്നെ വാപിയും, കുളത്തിലിട്ടു, കുളവും നിറഞ്ഞു. കുളത്തിൽ കിടക്കാനുള്ള സ്ഥലമില്ലാണ്ട് ഈ ശരീരം കൊണ്ട് വളർന്നിട്ടേ. പിന്നെ സരഹാച്ച, ഒരു പൊയ്കയിലിട്ടു, സരസിൽ, പൊയ്ക, തടാകം എന്നൊക്കെ പറയില്ല, അതിലിട്ടു, അതിലും വളർന്നു. എന്നിട്ട് സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറഞ്ഞപ്പോഴാണ് ഇതാര് എന്ന് ചോദിച്ചത്. അതുവരെ ചോദിച്ചില്ല. അതാ രസം. ഇത്ര വേഗം വളർന്നേ. മത്സ്യത്തിന് വളർച്ചയ്ക്ക് ഒരു കണക്കുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ വേഗം വളർന്നു എന്നുള്ളതാണ്. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നെ അംബുപാത്രേണ മുനി സ്വഗേഹം സ്വൽപൈഹി അഹോഭി കലശീം ച കൂപം വാപിം സരഹ ച ആനശിഷേ വിഭോത്വം. ഇങ്ങനെ പദച്ചത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മത്സ്യം വളർന്നു എന്നതാണ്. ഇദ്ദേഹം ഊക്കാനെടുക്കുമ്പോൾ, ഊക്കാൻ ചുരിക്കാന്നാ പറയാം. അപ്പോൾ ഊക്കാനെടുക്കുമ്പോൾ ഈ തർപ്പണത്തിന് വേണ്ടിയിട്ട് എടുത്തുള്ള ജലത്തിൽ മത്സ്യത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ വെള്ളത്തിൽ തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ആ മത്സ്യം സംസാരിച്ചു. നമ്മൾ കുറച്ച് കൂട്ടി ചേർത്താലേ കണ്ട് മുഴുവനാവുള്ളൂ. അങ്ങനെ മത്സ്യം സംസാരിക്കാൻ തുടങ്ങിയത്, എനിക്ക് പേടിയാവണു, എന്നെ മറ്റുള്ളവർ തിന്നില്ലേ, എന്നെ അങ്ങ് രക്ഷിക്കണം, അങ്ങ് രക്ഷിതാവല്ലേ എന്ന് പറഞ്ഞപ്പോൾ മത്സ്യം പേടിച്ചതായിട്ട് കണ്ടു രാജാവ്. ആ മൗനദീക്ഷയുള്ളതായിട്ട് ഈ സത്യവ്രത രാജാവ് ആ മത്സ്യക്കുഞ്ഞിനെ കമണ്ടലൂരിട്ടു, ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അത് വളരെ വേഗം തന്നെ വലുതാവുകയാണ് ഉണ്ടായത്. കലശം ആദ്യം നിറഞ്ഞു, അപ്പോൾ അതിനെ കിണറ്റിലിട്ടു, കിണർ നിറഞ്ഞു, വളർച്ച കൊണ്ട് ശരീരം വളർന്നിട്ട്. അപ്പോൾ കുളത്തിലിട്ടു, കുളം അതിന് പോരാ, അത്രയും വലിയ മത്സ്യമായി. അപ്പോൾ അതിനെ സരസിലിട്ടു. ഇങ്ങനെ വളരെ വേഗത്തിൽ വലുതായിട്ടുള്ള ആ മത്സ്യത്തിൻ്റെ രൂപത്തെ പറഞ്ഞു. ഇനി 4-ാമത്തെ ശ്ലോകം. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുന കൽപ്പതിദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. തതഃ, അതിനുശേഷം ത്വം ഭഗവാനെ അവിടുന്ന് ഭവദാജ്ഞയ ഏവ, അങ്ങയുടെ കൽപ്പന കൊണ്ട് തന്നെ യോഗപ്രഭാവാത് മുനിന, യോഗശക്തി കൊണ്ട് രാജർഷിയായിട്ടുള്ള ഈ സത്യവ്രത രാജാവ് പയോധിം, ആ സമയത്ത് മുനിയായിട്ടാണ് സമുദ്രത്തെ, പയോധി എന്ന് പറഞ്ഞാൽ പാലാഴി, സമുദ്രത്തെ നീതഹ നയിക്കപ്പെട്ടു. അമുന, ഈ രാജാവിനാൽ പൃഷ്ട, ചോദിക്കപ്പെട്ടതായിട്ടുള്ള ത്വം, അങ്ങ് കൽപ്പതിദൃക്ഷു, കൽപ്പം കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഏനം, ഈ രാജർഷിയെ സപ്താഹം 7 ദിവസം ആസ ഇരിക്കുക എന്ന ഇതി വദൻ അയാസി, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മറയുകയും ചെയ്തു എന്നതാണ്. ഭഗവാൻ ഇങ്ങനെ സരസിലും കൊള്ളാത്ത രീതിയിൽ ആ മഹാമത്സ്യമായിട്ട് വളർന്നപ്പോൾ അതിനുശേഷം ഭഗവാനെ അങ്ങയുടെ കൽപ്പന കൊണ്ട് തന്നെ യോഗശക്തി കൊണ്ട് രാജർഷിയായിട്ടുള്ള ഈ സത്യവ്രത രാജാവിനാൽ ഈ മത്സ്യത്തെ അങ്ങയെ സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ടു, കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഈ രാജാവിനാൽ ചോദിക്കപ്പെട്ടതായിട്ടുള്ള അങ്ങ്, അയ്യോ ഭഗവാനെ, അങ്ങ് ആരാണ്? ഞാൻ അങ്ങയെ അല്ലല്ലോ രക്ഷിക്കേണ്ടത്, അങ്ങ് എന്നെയല്ലേ രക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു എന്നാണ്. അതുകൊണ്ട് അങ്ങ് കൽപ്പം കണ്ടാൽ കൊള്ളാം, കൽപ്പതിദൃക്ഷു എന്നാണ്. സ്വതേ നൈമിത്തിക പ്രളയതിദൃക്ഷു ആണ് ശരിക്ക്. പ്രളയം കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കൽപ്പതിദൃക്ഷു എന്നല്ല, പ്രളയതിദൃക്ഷു എന്നാണ്. അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. ഇവിടെ കൽപ്പം കാണണം എന്നാണ് പറഞ്ഞത് വെച്ചാലും ഇവിടെ കൽപ്പമല്ല ഉദ്ദേശിച്ചത്. എന്താണ്? പ്രളയം, കൽപ്പം കഴിഞ്ഞിട്ടുള്ള പ്രളയം കാണണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂട്ടിച്ചേർക്കണം. നമ്മുടെ ഉള്ളിൽ കുറച്ചുണ്ടെങ്കിലേ നാരായണീണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വായിച്ചു പോകാനേ പറ്റൂ. ഏനം സപ്താഹം ആസ ഇതി വദൻ അയാസീഹി. ഏനം, ഈ രാജർഷിയെ സപ്താഹം 7 ദിവസം ആസ, 7 ദിവസം കാത്തിരിക്കൂട്ടോ എന്നാണ്. 7 ദിവസം കാത്തിരിക്കൂ. ഇതി വദൻ അയാസി, അപ്പോൾ പ്രളയം കാണിച്ചുതരാം എന്ന്, 7 ദിവസം കഴിഞ്ഞാൽ പ്രളയം വരൂട്ടോ എന്നതാണ്. അപ്പോൾ ഇവിടെ അതിനുശേഷം അവിടുന്ന് അങ്ങയുടെ കൽപ്പന കൊണ്ട് തന്നെ യോഗശക്തി കൊണ്ട് രാജർഷിയായിട്ടുള്ള സത്യവ്രതനാൽ സമുദ്രത്തെ നയിക്കപ്പെട്ടു. ഈ രാജാവിനാൽ ചോദിക്കപ്പെട്ട അങ്ങ് കൽപ്പം കൊണ്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഈ രാജർഷിയെ 7 ദിവസം ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് മറയുകയും ചെയ്തു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ
തതഃ ത്വം ഭവദാജ്ഞയാ ഏവ യോഗപ്രഭാവാത് മുനിന പയോധിം നീതഃ അമുന പൃഷ്ടഃ ത്വാം കൽപ്പതിദൃക്ഷു ഏനം സപ്താഹം ആസ ഇതി വദൻ അയാസി. ഇങ്ങനെ സരസ്സിൽ നിന്ന് കടലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ സന്ദർഭം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഭഗവാന്റെ കൽപ്പന കൊണ്ട് തന്നെ യോഗശക്തി കൊണ്ട് രാജർഷിയായിട്ടുള്ള ഈ സത്യവ്രത രാജാവായിട്ടുള്ള മുനിയാൽ, ആ സമയത്ത് ദീക്ഷിതനാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ മുനിയാൽ സമുദ്രത്തിലേക്ക് ഭഗവാനെ, മത്സ്യരൂപിയായിട്ടുള്ള ഭഗവാനെ കൊണ്ടുപോകാൻ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഈ സത്യവ്രത രാജാവിനാൽ ചോദിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഭഗവാനെ, അങ്ങ് ഭഗവാൻ തന്നെയാണോ? ഞാൻ അങ്ങയെ രക്ഷിക്കുകയല്ല വേണ്ടത്, അങ്ങ് എന്നെ രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞതായിട്ടുള്ള ഭഗവാനോട് എനിക്ക് പ്രളയം കാണാൻ മോഹമുണ്ട് എന്ന രീതിയിലാണ്. അതായത് ഇപ്പോഴൊരു പ്രളയം വരാൻ പോകുന്നുണ്ട്, 7 ദിവസം അങ്ങ് കാത്തിരിക്കൂ, ആ പ്രളയത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചോളാം. അത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്, അങ്ങയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷനായത്. അങ്ങ് ഈ ഭൂമിയിലുള്ള എല്ലാ ഔഷധി ബീജാദികളൊക്കെ ശേഖരിച്ചു വയ്ക്കൂ. പ്രളയം വരുന്ന സമയത്ത് തോണി കൊണ്ടുവരും. തോണിയായിട്ട് ഭൂമിയാണ്, ഭൂമി തോണിയായിട്ട് വരും. അതിൽ സപ്തർഷികളുണ്ടാവും. അതിൽ അങ്ങ് ഈ ഔഷധി ബീജാദികളോട് കൂടിയിട്ട് അങ്ങ് കയറിയിരിക്കൂ. പ്രളയജലത്തിലാകെ കാറ്റും കോളൊക്കെ വരുമ്പോൾ തോണി മറയാനൊക്കെ പോകുമ്പോൾ അങ്ങ് എന്നെ സ്മരിച്ചോളൂ, ഞാൻ വരാം, അന്ന് അങ്ങയെ ഞാൻ രക്ഷിച്ചോളാം. അപ്പം ഇങ്ങനെ ആപൽ ബാന്ധവനായിട്ട് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു, വരം കൊടുത്തു. 7 ദിവസം കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കുക എന്നും പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം സപ്തർഷികളുടെ ഉപദേശപ്രകാരം ഭഗവാനെ സ്മരിച്ചതായിട്ടുള്ള ഈ സത്യവ്രത രാജാവിൻ്റെ മുമ്പിൽ മഹാമത്സ്യമായിട്ട് വന്നപ്പോൾ ആ മഹാമത്സ്യത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ വാസുകി എന്ന ആ പാമ്പിനെ കയറാക്കിക്കൊണ്ട് തോണിയിലും കൊമ്പിലും കൂടിയിട്ട് കെട്ടി പ്രളയം കഴിയുന്നത് വരെ ഈ തോണിയെ രക്ഷിച്ചുകൊണ്ട് ഈ മഹാമത്സ്യം മകരരൂപി ആയിട്ടുള്ള മത്സ്യം രക്ഷിച്ചു, ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ അത്രയും കാലം ഭഗവാൻ ഒപ്പം ഉണ്ടായിരുന്നു സത്യവ്രതൻ്റെ. സപ്തർഷികളെ മുൻനിർത്തി ഈ സത്യവ്രത രാജാവിനോട് ആത്മതത്വം, ദേഹതത്വം തുടങ്ങിയിട്ടുള്ള സകല അറിവുകളും ഉപദേശിച്ചു കൊടുത്തു. അതാണ് മത്സ്യപുരാണം. അപ്പോൾ ആ സൂചനയാണ് ഇവിടെ ആ രാജർഷിയെ ഇപ്രകാരം ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനും അതേപോലെ തന്നെ ഈ സത്യവ്രത രാജാവും ചോദിച്ചപ്പോൾ രക്ഷിതാവ് ഭഗവാനാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ ഈ മത്സ്യമായിട്ട് വന്നത് എന്ന് മനസ്സിലാക്കില്ല രാജാവ്. കൽപ്പം കണ്ടാൽ കൊള്ളാം, പ്രളയം. അപ്പോൾ ആ പ്രളയത്തെ കാണാൻ ആഗ്രഹിച്ചതായിട്ടുള്ള ഈ രാജർഷി 7 ദിവസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് മറഞ്ഞു. യോഗപ്രഭാവാൽ ഭവദാജ്ഞയൈവ നിയതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതിദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി. 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിന്യുർഘൂർണമാന ശരണം യയൗത്വം. തത് ഉക്തേ അഹനി, അങ്ങയാൽ പറയപ്പെട്ടതായിട്ടുള്ള ആ ദിവസം, 7-ാമത്തെ ദിവസം. അഹനി ഭൂമിതലേ, ഈ ഭൂമണ്ഡലമാകെ, ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ന് സാരം. ഭൂമിയുടെ ഉപരിതലത്തിൽ വാരിധാരാഹ പരിപ്ലുതേ, വാരിധാര മഴ അങ്ങനെ തോരാതെ പെയ്യാണ്. സാമ്പർത്തക മേഘം കൊണ്ടുള്ള മഴ പോലെ ഒന്നിച്ച് മഴ പെയ്യാം. വാരിധാര പരിപ്ലുതേ മുനീന്ദ്ര, ഈ രാജർഷി ശ്രേഷ്ഠനായിട്ടുള്ള സത്യവ്രത രാജാവ് സപ്തർഷിഭിഹി സാർദ്ധം, സപ്തർഷികളോട് കൂടിയിട്ട് അപാരവാരിണി, അനന്തമായിട്ടുള്ള ഈ ജലത്തിൽ, പ്രളയ ജലത്തിൽ എന്ന് സാരം. അതാണ് അപാരവാരിണി. വാരി എന്ന് പറഞ്ഞാൽ ജലം. ഈ വാരിണിയിൽ, വെള്ളത്തിൽ, അപാരവാരിണി, അനന്തമായിട്ടുള്ള ഈ ജലത്തിൽ ഉത്ഘൂർണമാനഹ, മുങ്ങി മാത്രമല്ല പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ
മുങ്ങി അങ്ങോട്ട് ഇടയ്ക്കൊന്ന് പൊങ്ങിയിരിക്കാം, അത്ര ഇളാമട്ടായി മുങ്ങിപ്പോയി. ത്വാം, അപ്പോൾ ആ രാജാവ് ത്വാം ശരണം ചെയ്യൂ, അങ്ങയെ ശരണം പ്രാപിച്ചു. പ്രാപ്തേ ത്വത് ഉക്തേ അഹനി വാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധം അപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. പദച്ഛേദം. ത്വദുക്തേ അഹനി ഭൂമിതലേ വാരിധാര പരിപ്ലുതേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധം അപാരവാരിണി ഉദ്ഘൂർണമാനഃ ത്വാം ശരണം യയൗ. അന്വയം. പ്രാപ്തേ ത്വദുക്തേ ഹനി വാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധം അപാരവാരിണ്യുദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. ഇനി 6ാമത്തെ ശ്ലോകം. ഇവിടെ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഈശ്വരനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേരാവിരഭൂർമഹീയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തഥാ, ആ സമയത്ത് തേ ത്വദാദേശകരീം, അങ്ങയുടെ ആജ്ഞ നടത്തുന്ന ആ രീതിയിൽ അവാപ്താം, അവിടെ വന്നെത്തിയതായിട്ടുള്ള നൗരൂപിണിയും, തോണിയുടെ ആകൃതി ധരിച്ചതായിട്ടുള്ള ധരാം, ഭൂമിയെ, ആരുരുഹു, അതിൽ കയറി. തേഷു കമ്പ്രേഷു, തോണിയുടെ ആ ഇളക്കം കണ്ടുകൊണ്ട് കുറച്ച് ഭയന്ന് വിറച്ചപ്പോൾ ത്വം ഭൂയഃ, വീണ്ടും മഹീയാൻ, വലുതായി. അംബുധേഹേ ആവിരഭൂഹു, ആ സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്ന് 6ാമത്തെ ശ്ലോകം. അപ്പോൾ അവിടെ അവര് ഭഗവാന്റെ ആജ്ഞ നടത്തുന്നതായിട്ടുള്ള ഭൂമിദേവി, അതവിടെ ത്വത് ആദേശകരീം എന്ന് സ്ത്രീലിംഗമാണ്. അത് നൗരൂപിണിയും ധരാം, ധരയുടെ വിശേഷണ. അവിടെ അവാപ്താം, വന്നെത്തിയതായിട്ടുള്ള, തോണിയുടെ രൂപത്തിൽ വന്നെത്തിയതായിട്ടുള്ള ഭൂമി, അതാണ് ത്വത് ആദേശകരീം എന്ന സ്ത്രീലിംഗം കൊടുക്കാനുള്ള കാരണം. അങ്ങയുടെ ആജ്ഞ നടത്തുന്നതായിട്ടുള്ള ഈ ധരാം അവാപ്താം, അവിടെ വന്നെത്തി, ഭൂമി അവിടെ വന്നെത്തി. എങ്ങനെ? നൗരൂപിണിയും, നൗ എന്ന് വെച്ചാൽ മറ്റേ തോണിയുടെ രൂപത്തിൽ നൗരൂപിണിയും അവിടെ വന്നെത്തി. ആരുരുഹു, ആരോഹണം ചെയ്തു. അതിൽ ഭഗവാന്റെ ആജ്ഞയാണ്. ഇങ്ങനെ തോണിയായിട്ട് വന്നു വെച്ചാൽ ആ തോണിയിൽ സപ്തർഷികളുണ്ടാവും, അതിൽ അങ്ങും കയറണം. എന്തൊക്കെ എടുത്തേക്കണം? ഈ ഓഷധി ബീജാദികളിലൊക്കെ വിത്തൊക്കെ എടുത്തേക്കണം എന്നർത്ഥം. അതാണ് ആരുരുഹു തേഷു. ആ സമയത്ത് തത് കമ്പകമ്പ്രേഷു, തോണിയുടെ ഇളക്കം കണ്ട് ഭയന്ന് വിറച്ചപ്പോൾ ത്വം, അങ്ങ് ഭൂയഃ, വീണ്ടും മഹീയാൻ, വലുതായി, വളരെ വലുതായി. അംബുധേഹേ, ഈ സമുദ്രത്തിൽ ആവിരഭൂഹു, പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് ഭഗവാൻ വലിയ ഈ ഡോൾഫിൻ പോലെ വന്നു എന്നാണ് പറയുക. ഡോൾഫിൻ്റെ മുതുകത്തൊരു കൊമ്പുണ്ടല്ലോ എന്ന കൂട്ടത്തിൽ, അങ്ങനെ വന്നു എന്നാണ്. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തൽകമ്പകമ്പ്രേഷു ച തേഷു ഭൂയസ്ത്വം അംബുധേരാവിരഭൂർമഹീയാൻ. ആ സമയത്ത് ഈ അവർ അങ്ങയുടെ ആജ്ഞ നടത്തുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമിദേവി ഒരു തോണിയുടെ ആകൃതി സ്വീകരിച്ച് ഈ ഭൂമിയെ ആരോഹണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സപ്തർഷികളുണ്ടായിരുന്നു. ആ തോണിയുടെ ഇളക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയന്ന് വിറച്ചു. അപ്പോൾ ആ സപ്തർഷികൾ പറഞ്ഞു. ആ സമയത്ത് ഭഗവാനെ സ്മരിച്ചു ഈ സത്യവ്രത രാജാവ്. അപ്പോൾ വീണ്ടും വലുതായിട്ട് ഈ മകരമത്സ്യം എന്ന രീതിയിൽ ഭഗവാൻ മത്സ്യരൂപിയായിട്ട് ഈ സത്യവ്രത രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഈ ശ്ലോകം. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ. ഇപ്പം നമ്മൾ 32ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകം വരെയാണ് വായിച്ചത്. ഇനി ബാക്കിയുള്ളത് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.